ഹായ് ഓൾ. അപ്പം നമ്മുടെ ഈ വർഷത്തെ ജെയുടെ അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത്തവണ നമ്മുടെ ജെഇ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഒരു ആങ്സൈറ്റി കാണുമായിരിക്കും. ഇപ്പോൾ ഞാൻ ജെയിലേക്ക് ജോയിൻ ചെയ്തു, ഇനി മുന്നോട്ട് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എനിക്കിത് നേടാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകളോടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു കോഴ്സിലേക്ക് ചിലപ്പം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഡൗട്ടിനെല്ലാം ഉത്തരവായിട്ട് നമ്മളുടെ മുന്നിൽ റിയൽ എക്സാമ്പിൾ തന്നെയുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആദിത്യയാണ്. ആദിത്യക്ക് 97% കഴിഞ്ഞ വർഷത്തെ ജെഇ മെയിനിലുള്ളത്. അപ്പം ആദിത്യയുടെ പ്രിപ്പറേഷനും അതേപോലെ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദിത്യ, വെൽക്കം. മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ 97% എന്ന് പറഞ്ഞാൽ നല്ലൊരു പെർസെൻറ്റേജ് ആണ് അല്ലേ? അപ്പം ഈ ഒരു അവസരത്തിൽ എന്താണ് മോന് പറയാനുള്ളത്? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ഞാൻ 2 വർഷം കഷ്ടപ്പെട്ടതിനുള്ള ഒരു റിവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? കഷ്ടപ്പെടാൻ നമുക്ക് നേടാൻ ഒരിക്കലും പറ്റത്തില്ല അല്ലേ? അപ്പം ഈ കഷ്ടപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മോന്റെ ആ ഒരു പ്രിപ്പറേഷന്റെ ആ ഒരു സ്ട്രാറ്റജിയുടെ കാര്യമാണോ, അതോ എങ്ങനെയാണ് മോനത് ഒന്ന് നേടിയെടുക്കാനായിട്ട് മോൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? 2 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നു, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു, അന്നു പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അന്ന് തന്നെ കവർ ചെയ്തു. അപ്പം മോന് ഈ സൈലത്തിൽ ജോയിൻ ചെയ്തപ്പോൾ മോനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് മോന്റെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ LMRP സീരീസ് ആയിരുന്നു. ഓക്കെ. മാത്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് എടുക്കുകയാണെങ്കിൽ മാത്സ് നമ്മൾ നോട്ട് എഴുതുമ്പോൾ കുറേ പോയിന്റ്സ് ബുക്കിൽ എഴുതുന്നെങ്കിലും നമ്മൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പ്രോബ്ലംസിലോട് എന്തായാലും കുറച്ച് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എല്ലാ ഫോർമുലകളും എല്ലാ തിയറി പോർഷൻസും ഒറ്റൊരു ബുക്കിലായിട്ട് വളരെ ഷോർട്ടായിട്ടും പക്ഷേ മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട്, അതായത് നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്താൻ വളരെ എളുപ്പമാണ് അല്ലെ? സാധാരണ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമ്മൾ എടുക്കും അതിനകത്ത് നിന്ന് ഫോർമുലാസ് കണ്ടുപിടിക്കാനും അല്ലെ വായിക്കാനും ഒക്കെ. ഇത് ശരിക്കും യൂസ്ഫുൾ ആയി. അതുപോലെ മോനെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഹോസ്റ്റലിലെ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഹോസ്റ്റലിൽ വളരെ നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. അവിടെ നമുക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പഠിക്കാൻ കാണുമ്പോൾ നമുക്കും പഠിക്കാനുള്ള ആ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മെന്റലി ഭയങ്കര സ്ട്രോങ് ആവണമെന്നൊന്നുമില്ല. ചില സമയത്ത് നമുക്കും എന്താണ് ഒരു ബാക്കിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമായിരിക്കും. ആ സമയത്തൊക്കെ മെന്റേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ടീച്ചേഴ്സിന്റെ അടുത്ത് മെന്റേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവരപ്പം തന്നെ സോൾവ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചർമാരത് അപ്പം തന്നെ സോൾവ് ചെയ്യാൻ നമുക്ക് ടീച്ചർമാരുടെ ഒരു റീച്ചബിലിറ്റി ഭയങ്കര ഈസി ആയിരുന്നു. ഓക്കെ. അപ്പോൾ മോനെ ഈ ഡൗട്ട് അതിന് മോൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഒന്നും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആ ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോന് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട് ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലേ? പിന്നെ നമ്മുടെ മെറ്റീരിയൽസിൽ മോനിപ്പോൾ പറഞ്ഞു LMRP വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ഏത് ഒരു കാര്യമാണ് മോന് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന GIB എക്സാം, GIBs അല്ലെ? GIBs എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അപ്പോൾ അത് എഴുതുമ്പോൾ മോന് ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈനിൽ നമ്മളൊരു എക്സാം എഴുതുമ്പോഴും ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ തമ്മിൽ എന്താ വ്യത്യാസം തോന്നിയിട്ടുള്ളത്? ഓഫ്ലൈൻ എഴുതാൻ നമുക്കൊരു ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ബബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ജെഇയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാനുള്ളൊരു ഫെമിലിയാരിറ്റി നമുക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് പല കോമ്പിനേഷൻസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും, ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈൻ എക്സാം തന്നെയാണ് ബെറ്റർ എന്നാണ് ആദിത്യ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതായി നമ്മുടെ കീം എക്സാം ഓൺലൈനിലേക്ക് മാറ്റിയിരിക്കും. ഇപ്പോൾ ഫ്യൂച്ചർ നമ്മൾ എന്തായാലും അങ്ങനത്തെ ഒരു എക്സാംസ് ആയിരിക്കും എഴുതുന്നത്. ഇനി ജെഇ അഡ്വാൻസ്ഡ് എക്സാം എഴുതിയല്ലോ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അഡ്വാൻസ്ഡ് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അഡ്വാൻസിന് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ കൊടുത്തത്? അഡ്വാൻസ് ഞാൻ മെയിനായിട്ട് മെയിൻസിനായിരുന്നു പഠിച്ച്. എന്നിട്ട് അവസാനത്തെ ഒരു 3 മാസമാണ് ഞാൻ അഡ്വാൻസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കവർ ചെയ്യാനുള്ള പോർഷൻസും അഡ്വാൻസ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആദിത്യ, നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഇപ്പോൾ സിബ്ലിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ മറ്റുള്ള നമുക്കറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ആയിക്കോട്ടെ, അവരെല്ലാം കൊച്ചു കുട്ടികൾ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 ഒക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ഏത് ബ്രാഞ്ച് ഞാൻ ചൂസ് ചെയ്യണം, മുന്നോട്ടുള്ള സ്റ്റഡീസ് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ആദിത്യ ആ ഒരു സ്റ്റേജിൽ നിന്ന സമയത്ത് ജെഇ എന്നുള്ള എക്സാമിനെ പറ്റി എങ്ങനെയാണ് ഒരു അറിവ് കിട്ടിയത്? എനിക്ക് കൊച്ചുനാൾ തൊട്ട് എനിക്ക് സ്പേസിനെ കുറിച്ച് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടുകാരുടെ പാരൻസിൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്നാൽ എൻട്രൻസ് നോക്കിക്കോളും. അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞത്. ഞാൻ ഒരു 10 കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് പഠിച്ചു. ഓക്കെ. ശരി. അപ്പം ഈ സയൻസ് സബ്ജക്റ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിൽ ഈ 3 കോമ്പിനേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ ഈ കോമ്പിനേഷനിൽ ഏറ്റവും മോൻ ഈസി ആയിട്ടുള്ള ടോപ്പിക് ഏതായിരുന്നു? ഈസി ആയിട്ടുള്ള കെമിസ്ട്രിയാണ്. ഓക്കെ. മാത്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മാത്സ് എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ആദ്യമൊക്കെ പാടായിരുന്നു, പിന്നെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി
ശരിക്കും പറഞ്ഞാൽ ജെയ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ടുള്ളത് മാത്സ് ആണ് അല്ലേ? മാത്സിന്റെ ക്വസ്റ്റിന്റെ ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുമ്പോഴത്തേക്കിന് കുട്ടികൾ വിചാരിക്കും ഇത് നമുക്ക് പറ്റത്തില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആദിത്യ എന്ന് പറയുന്നത് ഇത് നേടിയെടുത്തൊരു വ്യക്തിയാണുള്ളത്. അപ്പം നമ്മുടെ ഫ്യൂച്ചർ വരാൻ പോകുന്ന നമ്മുടെ ആസ്പിരൻസിനോട് എന്താ ശരിക്കും പറഞ്ഞാൽ പറയാനുള്ളത്? നമ്മൾ തീർച്ചയായിട്ടും എക്സാമിന് പോകുമ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് തന്നെ പോകണം. ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമുക്കിപ്പോൾ അത്യാവശ്യം 2 വർഷം ടൈം ഇൻറ്റഗ്രേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 2 വർഷം ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം പഠിക്കുക. പിന്നെ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. എല്ലാ ടൈമും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ എനിക്ക് സാധിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അത് എല്ലാവരും പറയുന്നത് അത്ര പാടില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊരു നമുക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദിത്യ പറയുന്നത്. അല്ലാതെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആകേണ്ട ഒരു കാര്യവും ഇല്ല അല്ലേ? ഓക്കെ, അപ്പം ആദിത്യ ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഈ ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് അഡ്വാൻസ്ഡ് ആയി IIST കയറണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അത് കിട്ടിയിട്ടാണ് എനിക്കൊരു വേറൊരു പ്ലാൻ കൂടി ഉണ്ട്. ഏതെങ്കിലും ഒരു നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ മെയിൻസിൻ്റെ മാർക്ക് വെച്ച് കയറാൻ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീമായിട്ടോ ഇപ്പം എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ടോപ്പ് ബ്രാഞ്ച് ഏതാണ് ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദിത്യൻ്റെ എക്സ്പീരിയൻസുകളെല്ലാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആദിത്യന് ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന സ്ട്രീമിൽ തന്നെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.